സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നാം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. സനാതനധർമ്മത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായ ശ്രീമദ് ഭഗവത്ഗീതയുടെ സാരാംശത്തെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഗീത 700 ശ്ലോകങ്ങൾ, ചില ഗ്രന്ഥങ്ങളിൽ 701 അടങ്ങിയ ഒരു ശാസ്ത്രഗ്രന്ഥമാണെന്ന് നമുക്കറിയാം. 700 ശ്ലോകങ്ങളിലൂടെയുമുള്ള ഒരു പ്രയാണമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഗീതയുടെ സാരത്തെ ഏതാനും ശ്ലോകങ്ങളിലൂടെ നോക്കിക്കാണുകയാണ്. നിശ്ചയമായും 1-ാം അധ്യായം മുഴുവനായും നമ്മൾ പഠിക്കും. അതിന് കാരണം 1-ാം അധ്യായത്തിലെ പശ്ചാത്തല വിവരണവും അർജുനൻ്റെ സംശയങ്ങളും ചോദ്യങ്ങളും ഇല്ലെങ്കിൽ ഗീതയെ നമ്മൾ ശരിയാം വണ്ണം ഉൾക്കൊള്ളില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ 1-ാം അധ്യായത്തിലെ എല്ലാ ശ്ലോകങ്ങളും നമ്മൾ നിഷ്കർഷയോടെ പഠിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ ഓർത്തെടുത്തു. അദ്ദേഹം പൂനെയിൽ പോയിട്ട് സെൻ ബുദ്ധിസം പഠിക്കുന്ന ആളാണ്. ധ്യാനബുദ്ധ മതത്തെ പിന്തുടരുന്ന ഹിന്ദുവായി ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ സെൻ പ്രാക്ടീസ് ഒക്കെ അദ്ദേഹം ഇങ്ങനെ വിവരിച്ച് പറയുന്നുണ്ടായിരുന്നു. കുറേ മുമ്പാണ്. ധ്യാനബുദ്ധമതം വളരെ മനോഹരമായ പദങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ്. ഞാൻ ആ കാലത്തൊക്കെ അയാളോട് ശ്രീമദ് ഭഗവത്ഗീത പഠിക്കാൻ പറയാറുണ്ടായിരുന്നു. അയാളാവട്ടെ ആ കാര്യങ്ങളിൽ യാതൊരു തരത്തിലും ശ്രദ്ധ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഗീതയെ ഒട്ടൊക്കെ അപഹസിക്കാറുമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു വേദനാജനകമായ സംഭവമുണ്ടായി. ഒരു ട്രാജഡി. സ്വാഭാവികമായും ആത്മീയമായ സൗഹൃദമെന്ന നിലയ്ക്ക് എന്നെ അദ്ദേഹം വിളിച്ചിട്ട് ആദ്യമൊക്കെ പിടിച്ചു നിന്നെങ്കിലും സംഭാഷണത്തിൻ്റെ മധ്യഭാഗത്ത് അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് 4 വർഷത്തോളം സെൻ ബുദ്ധിസം പഠിച്ചയാളാണ്,
അതേപ്പറ്റിയുള്ള അനവധി ഗ്രന്ഥങ്ങൾ വായിച്ചയാളാണ്. അങ്ങനെ പ്രഭാഷണം നടത്തുന്ന ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളുടെ ഒരു കലവറ തന്നെയുണ്ട് അങ്ങയുടെ കയ്യിൽ. എന്തുകൊണ്ട് ഈ ധ്യാന ബുദ്ധിസം നിങ്ങളുടെ ദാരുണമായ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് കൂട്ടുവന്നില്ല? അദ്ദേഹത്തിന് കാര്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ജീവിതം അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ ഒരു ഷോക്കേസ്. പല വീടുകളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഷോക്കേസിൽ മനോഹരമായ കപ്പുകളും സോസറുകളും വെച്ചിട്ടുണ്ടാവും. ചിത്രപ്പണികളുള്ളത്, കുടുംബാംഗങ്ങളുടെ ചിത്രം പതിച്ചത് ഒക്കെ ഉണ്ടാവും. പക്ഷേ ചായ കുടിക്കാൻ നേരത്ത് ഇതൊന്നുമല്ല എടുക്കുന്നത് അത്രയൊന്നും കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും നിത്യോപയോഗത്തിനുള്ള പാത്രങ്ങളാണ്. അതുപോലെ ഹിന്ദു മതത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ അധികവും നെഗറ്റീവ് ടോണോടുകൂടെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും ഇത് ജീവിത നിഷേധിയാണോ? എന്നാൽ ജീവിത നിഷേധിയല്ല, യാഥാർത്ഥ്യത്തെ യഥാതഥമായി അവതരിപ്പിക്കുന്ന ഏക പ്രമാണ ഗ്രന്ഥം ഗീതയാണ്. ഗീതയിലുള്ള യുദ്ധരംഗം, മരണം, സ്വജനങ്ങളുടെ മരണം, ഇഷ്ടജനങ്ങളുടെ മരണം, ബന്ധുക്കളുടെ മരണം, മരണത്തിൻ്റെ നൃത്തം ചവിട്ടിക്കുഴയ്ക്കുന്ന യുദ്ധഭൂമിയുടെ നടുവിലാണ് തത്വശാസ്ത്രത്തിൻ്റെ ഒരു വിചാരയജ്ഞം ശ്രീകൃഷ്ണൻ നടത്തുന്നത്. യഥാർത്ഥ ജീവിതം എന്താണ്? അത് സുഖദുഃഖ സമ്മിശ്രമാണ്. അത് ഷോക്കേസ് ഐറ്റമല്ല. പല മതങ്ങളും പ്രചരിപ്പിക്കുന്നത് പോലെ, ബുദ്ധമതം പ്രചരിപ്പിക്കുന്നത് പോലെ പൂർണ്ണമായ അമാനസം പ്രാപിച്ച് ഒതുങ്ങി മഞ്ഞുമലകളിൽ ഇരിക്കുന്ന ഗുരുക്കന്മാരെ പോലെയല്ല. മറിച്ച് യുദ്ധരംഗത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവെന്ന ഗുരുവിനെ പോലെയാണ്. നമുക്ക് വേണ്ടതും ഈ യുദ്ധക്കളത്തിന് നടുവിലെ ഗുരുവിനെയാണ്. ധ്യാന കേന്ദ്രത്തിലെ ഗുരുവിനെ അല്ല, മറിച്ച് യുദ്ധക്കളത്തിലെ ഗുരുവിനെയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു ഗുരുവാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അദ്ദേഹത്തിൻ്റെ ജന്മം, അദ്ദേഹത്തിൻ്റെ മഹാസമാധി കഴിഞ്ഞിട്ട് 5000 വർഷങ്ങൾക്കധികം കടന്നുപോയി. 5000 വർഷങ്ങളിലധികം കടന്നുപോയിട്ടും ഇന്നും നിത്യഹരിത നായകനായിട്ട് തുടരുകയാണ്. എറ്റേണൽ ഹീറോ ആണ് ശ്രീകൃഷ്ണൻ. അതിന് കാരണം ജീവിതം അന്നും ഇന്നും ഒട്ടൊന്നും മാറിയിട്ടില്ല. ദുരന്തങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മയെല്ലാം പിന്നാലെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുഖത്തിൻ്റെ ആയമെടുപ്പ് ദുഃഖത്തിലേക്കുള്ള പോക്കാണ് എന്നെല്ലാം നമ്മുടെ അനുഭവത്തിലുണ്ട്. പക്ഷെ മനസ്സിന് ഇത് അംഗീകരിക്കാൻ ഇഷ്ടമല്ല. മനസ്സിന് അതിൻ്റെ ഫാൻറ്റസി വേൾഡിൽ കളിക്കണം. മനസ്സിന് അതിൻ്റെ ഫാൻറ്റസി വേൾഡിലാണ് താല്പര്യം. മനസ്സിൻ്റെ ഫാൻറ്റസിക്കനുസരിച്ച് മതങ്ങൾ ഉണ്ടാക്കിയാൽ അത് സെൻ ബുദ്ധിസം പോലെ ഉണ്ടാവും. ധ്യാനബുദ്ധ ഗുരുക്കന്മാരെ ഞാൻ കളിയാക്കുകയല്ല. പക്ഷേ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലെ ഗുരുക്കന്മാരെ കാണുമ്പോൾ ജൻ ബുദ്ധ ഗുരുക്കന്മാർ കുട്ടികളാണെന്ന് തോന്നും. കാരണം യാഥാർത്ഥ്യത്തെ അതേപടി ശിഷ്യൻ്റെ മുമ്പിൽ വരച്ചു കാട്ടുകയും ആ ദുഃഖത്തിനുള്ളിൽ നിന്നെങ്ങനെ തന്നെ കണ്ടെത്താമെന്ന് പഠിപ്പിക്കുന്ന, തിരമാലയിൽ ഊളിയിടാൻ പഠിപ്പിക്കുന്ന, അലറിയെടുക്കുന്ന തിരമാലയ്ക്കുള്ളിലേക്ക് ഊളിയിടാൻ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരാണ് ഭാരതീയ ഗുരുക്കന്മാർ. ഒരു പക്ഷേ അവർക്ക് ഈ ധ്യാനബുദ്ധ ഗുരുക്കന്മാരെ പോലെ അലങ്കാരം പിടിച്ച വാക്കുകളോ കേട്ടാൽ ശാന്തി തോന്നുന്ന വാക്കുകളോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പറയുന്നതെല്ലാം സത്യമാണ്. അതുകൊണ്ടാണ് ഗീതയിലെ ആദ്യത്തെ ഭാഗത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിനോട് അർജുനൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെല്ലാം കേട്ടാൽ ഇതൊക്കെ ശരിയല്ലേ എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മുടെ മനസ്സും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മനസ്സും ദുഃഖത്തിൻ്റെ മേഖലയിൽ ഒഴിവായി കാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മനസ്സാണ്. യുദ്ധത്തിൻ്റെ മേഖലയെ ഒഴിവാക്കി കാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മനസ്സാണ്. എന്നാൽ കാട്ടിലേക്ക് പോകണ്ട, യുദ്ധത്തിൻ്റെ നടുവിൽ നിന്ന് തന്നെ നിനക്ക് ബോധോദയത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന ഏക സച്ഛാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഈ വ്യക്തിയോട് പിന്നീട് ഞാൻ എൻ്റെ ഏതാനും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടത്തിയ ഗീതാ ക്ലാസ്സിൻ്റെ വോയിസ് നോട്ടുകൾ അയച്ചു കൊടുത്തു. ഒരു 160 വോയിസ് നോട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ കേട്ട ശേഷം
അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗീത ഇത്രയ്ക്ക് ആഴമുള്ള ഒരു ഗ്രന്ഥമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എൻ്റെ മനസ്സിൻ്റെ ഫാൻറ്റസി കാരണം ഞാൻ ഇതിനെല്ലാം ഒഴിവാക്കിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം നല്ലൊരു ഗീതാ പഠിതാവാണ്. നമ്മെ സംബന്ധിച്ച് ഷോക്കേസ് ഐറ്റമല്ല നമുക്ക് വേണ്ടത്, നിത്യോപയോഗമാണ് വേണ്ടത്. നിത്യോപയോഗത്തിന് എന്നും ജീവിതായോധനത്തിന് കരുതുന്ന ഏറ്റവും വലിയ ശക്തമായ ആയുധമാണ് ഗീതയിലെ തത്വശാസ്ത്രം. അത് ഇന്നിൻ്റെ ശാസ്ത്രമാണ്, യാഥാർത്ഥ്യത്തിൻ്റെ ശാസ്ത്രമാണ്. അതൊരു തരത്തിലുള്ള അനാവശ്യമായ ഭാവനകളും നമുക്ക് തരുന്നില്ല. അതുകൊണ്ട് അർജുനൻ വീണ്ടും തുടർന്ന് പറയുകയാണ്, എൻ്റെ ശരീരം തളരുന്നു, എനിക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ ഈ ബന്ധുജനങ്ങളെ കൊന്നിട്ട് ഞാൻ എന്തു നേടാനാണ് എന്ന് അർജുനൻ ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകൾ ആണ് ശരി. പക്ഷേ അർജുനൻ്റെ വാദം കേൾക്കുമ്പോൾ അല്പബുദ്ധികൾക്ക്, അർജുനനെപ്പോലെ തന്നെ മനസ്സ് ഇളകി നിൽക്കുന്നവർക്ക് അതല്ലേ ശരിയെന്ന് തോന്നും. ഇന്ന് അർജുനൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാഃ സുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാസ്തഥൈവ ച പിതാമഹഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാലാഃ സംബന്ധിനസ്തഥാ. ന യേഷാമർത്ഥേ, ഞങ്ങൾക്ക് യാതൊരുവർക്കു വേണ്ടി രാജ്യം ഇച്ഛിക്കപ്പെടുന്നു, രാജ്യം കാംക്ഷിതം, ഭോഗാ സുഖാനിച്ച, ഭോഗങ്ങളും സുഖങ്ങളും. എന്തിനാണ് യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നത്? തനിക്കും തൻ്റെ ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സുഖിക്കാനാണ്. ഏതൊരുവർക്ക് വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്, ഏതൊരുവർക്ക് വേണ്ടിയാണോ രാജ്യം വെട്ടിപ്പിടിക്കുന്നത്, ഏതൊരുവർക്ക് വേണ്ടിയാണോ ധനം വെട്ടിപ്പിടിക്കുന്നത്, അവരെയെല്ലാമാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ അവരെ കൊന്നുകൊണ്ടുള്ള യുദ്ധം എന്തിനാണ്? യേഷാമർത്ഥേ കാംക്ഷിതാനി, ആർക്കു വേണ്ടി ഇച്ഛിക്കപ്പെടുന്നുവോ തേ ആചാര്യ, അങ്ങനെയുള്ള ഗുരുക്കന്മാരാണ് മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് രാജ്യം ലഭിച്ചാൽ ആർക്കൊക്കെയാണോ അതിൻ്റെ ഗുണഫലം ലഭിക്കുക, അവരൊക്കെയാണ് എൻ്റെ മുമ്പിൽ നിന്ന് എന്നാൽ കൊല്ലപ്പെടാൻ പോകുന്നത്. എന്തൊരു പ്രഹേളികയാണല്ലേ. നാം ആർക്കു വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്, ജീവിതായോധനം ചെയ്യുന്നത്, ജോലി എടുക്കുന്നത്, പണം സമ്പാദിക്കുന്നത്, അവർ കൊല്ലപ്പെടുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ജീവിതായോധനം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അങ്ങനെയും വ്യാഖ്യാനിക്കാം. ആചാര്യാഃ മുരുക്കന്മാർ, പിതരഃ പിതാക്കന്മാർ, പുത്രാഃ പുത്രന്മാർ, തഥാ ഏവ അപ്രകാരം തന്നെ പിതാമഹ മുത്തച്ഛന്മാർ, മാതുലാഹ് അമ്മാവന്മാർ, ശ്വശുര ഭാര്യാപിതാക്കന്മാർ, പൗത്ര പുത്രന്മാരുടെ പുത്രന്മാർ, ശ്യാലാഹ് ഭാര്യയുടെ സഹോദരന്മാർ, തഥാ അപ്രകാരം തന്നെ സംബന്ധിജനങ്ങൾ, എൻ്റെ ബന്ധുജനങ്ങൾ, വിവാഹ ബന്ധം കൊണ്ട് കുടുംബത്തിൽ ബന്ധുക്കളായിട്ടുള്ള അനേകം പേർ, ഇവരെല്ലാവരും പ്രാണാൻ ജീവനെയും ധനാനിച്ച ധനത്തെയും തെക്വാ ഉപേക്ഷിച്ച് യുദ്ധേ അവസ്ഥിത, ഇവരെല്ലാം ഈ ബന്ധുജനങ്ങളെല്ലാം തങ്ങളുടെ പ്രാണനെയും സ്വത്തിനെയും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ യുദ്ധക്കളത്തിൽ നിൽക്കുന്നു. ഈ ബന്ധുക്കൾ തമ്മിലുള്ള യുദ്ധം എന്തിനാണ് കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. ബന്ധുക്കൾ തമ്മിലുള്ള യുദ്ധം എന്തിനാണ് കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. ഏതാൻ ന ഹന്തുമിച്ഛാമി ഘനതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിം नु മഹീകൃതേ. ഇത് വളരെ ഒരു ചോദ്യമാണ്. ഗീതയിലെ 1-ാം അധ്യായത്തിലെ വളരെ പ്രസക്തമായ അർജുനൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്ത് നടക്കുന്നു എന്ന് വെളിവാക്കുന്ന ഒരു ചോദ്യമാണിത്. ഏതാൻ ന ഹന്തുമിച്ഛാമി ഘനതോപി മധുസൂദന രാജ്യസ്യ ഹേതോഃ കിം नु മഹീകൃതേ. അല്ലയോ കൃഷ്ണ, അവരെന്നെ കൊന്നാലും ഇവരെ 3 ലോകത്തിലെ രാജ്യാധിപത്യം കിട്ടിയാലും ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അല്പം ഭൂമിക്ക് വേണ്ടി ഞാനിത് ചെയ്യണമോ? 3 ലോകങ്ങളുടെയും ഭരണവും രാജ്യഭാരവും എനിക്ക് കിട്ടിയാലും ഞാൻ ഇവരെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെന്നെ കൊന്നാൽ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ
ഈ ചെറിയൊരു രാജ്യത്തിന് വേണ്ടി ഞാനിപ്പോൾ ഇവരെയൊക്കെ കൊല്ലണോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു ചിന്ത വ്യക്തികളിലും സംഘടനകളിലും വന്നുപെടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക ആ വ്യക്തിയെയും ആ സംഘടനയും വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണ് പെടുക. കൊടിയ അധർമ്മം ചെയ്ത് ദുര്യോധനൻ വരുത്തിവെച്ച യുദ്ധമാണിതെന്ന് അർജുനൻ മറന്നുപോകുന്നു. ഇപ്രകാരം കൊടിയ അക്രമം ചെയ്തിട്ട് അനീതി ചെയ്തിട്ട് വരുത്തിവെച്ച ഈ യുദ്ധത്തിൽ നിന്ന് അർജുനൻ അവസാന നിമിഷം പിന്മാറാൻ നോക്കുകയാണ്. അതിന് പറയുന്ന വാദങ്ങൾ രസകരമാണ്. എന്തൊക്കെയാണ് വാദങ്ങൾ? അത്ഭുതം തോന്നും. ഇതുകൊണ്ടാണ് ഞാൻ വളരെ നിശിതമായി ഗാന്ധിസത്തെ എതിർക്കുന്നത്. നവഖാലിയിൽ ലഹള പടർന്നു പിടിച്ചപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളുടെ വീടുകൾ അഗ്നിക്കിരയാക്കുകയും ഹിന്ദുക്കളെ അടിച്ചു കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും ചെയ്തപ്പോഴും ഗാന്ധിജി പറഞ്ഞത് നമ്മൾ ഹിന്ദുക്കളാണ്, നമ്മൾ ക്ഷമിക്കണം എന്നാണ്. ദുർബലതയുടെ സന്ദേശം നൽകുന്ന ഏതൊരു വ്യക്തിയും സംഘടനയും തീർച്ചയായും അർജുനനെ പോലെ ആശയക്കുഴപ്പത്തിലാണ്, സ്വന്തം കാലു വിറയ്ക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കേവലം ഒരു രാജ്യം വെട്ടിപ്പിടിക്കുക എന്നതല്ല, മറിച്ച് അഭിമാനം സംരക്ഷിക്കുക, അന്തസ്സ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. ഗീത ശൂരന്മാരെയും വീരന്മാരെയും വളർത്തിയെടുക്കുന്ന ഗ്രന്ഥമാണ്. ഗീത അജിതേന്ദ്രിയന്മാർക്കും ദുർബലന്മാർക്കുമുള്ള ഗ്രന്ഥമല്ല. എന്നാൽ അർജുനൻ്റെ ആദ്യത്തെ വാദങ്ങളെല്ലാം തന്നെ ദുർബലൻ്റെ വാദങ്ങളാണ്. ഗാന്ധിജി പറഞ്ഞു, നവഖാലിയിൽ പോയിട്ട് ലഹളക്കാരെ, അതായത് ഹിന്ദുക്കളെ ആക്രമിച്ച ലഹളക്കാരുടെ വീടുകളാണ് ആദ്യം അദ്ദേഹം സന്ദർശിച്ചത്. അവരെയാണ് അദ്ദേഹം സമാധാനിപ്പിച്ചത്. ഇവിടെ തല്ലുകൊണ്ട് കിടക്കുന്നവനെ തലോടാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഗാന്ധിജിയോട് അത് വായിച്ചതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗീതാഭാഷ്യത്തിൽ പോലും ഈ ദുർബലത കാണാം. ദുർബലൻ്റെ ഗീതയാണ് അദ്ദേഹം കണ്ടത്. ഭഗവത്ഗീതയെ തലകുത്തി നിന്ന് വ്യാഖ്യാനിച്ച ഒരു പക്ഷേ ചരിത്രത്തിലെ ഒരേ ഒരാൾ ഗാന്ധിജിയായിരിക്കും. ദുർബലത വെടിയാനും തന്നെ വിശ്വസിച്ചു വന്ന ധർമ്മത്തിൻ്റെ പക്ഷത്തിൻ്റെ വിജയത്തിനു വേണ്ടി യുദ്ധം ചെയ്യാനും പറഞ്ഞ അർജുനൻ്റെ ഗുരുനാഥനായ ശ്രീകൃഷ്ണൻ, മാനവരാശിയുടെ ഗുരുനാഥനായ ശ്രീകൃഷ്ണൻ പറഞ്ഞ സന്ദേശത്തെ അടികൊള്ളാനും ഒരു കരണം തടി കിട്ടിയാൽ മറുകരണം കാണിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചപ്പോൾ ഭഗവത്ഗീതയുടെ അന്തസ്സത്ത് നഷ്ടപ്പെട്ടു. ഈ കാരണം കൊണ്ടാണ് ഗാന്ധിജിയെ ദുർബലനും അജിതേന്ദ്രിയനുമായി ഞാൻ പറയാൻ കാരണം. അർജുനൻ്റെ ആദ്യത്തെ മാനസികാവസ്ഥയിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയാൽ അത് ഗാന്ധിജിയുടെ ഭാഷ്യം പോലെ ഇരിക്കും. നമുക്ക് പ്രമാണം അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ ശ്രീകൃഷ്ണൻ്റെ വാക്കുകളാണ്. ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ ദുർബലതയുടെ വാക്കുകളല്ല. അല്പകാലത്തേക്ക് നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കണമെന്നല്ല ഗീത പറയുന്നത്. തനിക്കൊരു വീട് പോലും തരാതെ ഒരു സ്ത്രീയെ അപമാനിച്ച് പുറത്താക്കുമ്പോൾ, ധർമ്മത്തിൻ്റെ പൊടി പോലുമില്ലാതെ മനസ്സാക്ഷി കുത്തില്ലാതെ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ അധർമ്മിയുടെ വായടപ്പിക്കും വിധം തിരിച്ചടി കൊടുക്കേണ്ടത് ജനതയുടെ ധർമ്മമാണെന്ന് ബോധിപ്പിക്കുകയാണ്. ആ സിംഹപരാക്രമമാണ് യുവാക്കളിൽ കാണുവാൻ ഭഗവത്ഗീത ആഗ്രഹിക്കുന്നത്. സ്വത്വം എന്നത് പലരും മറക്കുന്നൊരു പദമാണ്. സ്വത്വം എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റാണ്, ഐഡൻറ്റിറ്റിയാണ്. ഞാൻ എന്താണോ അതാണത്, എൻ്റെ അടയാളമാണത്. എൻ്റെ അടയാളവും ആൺകുറിയും മായ്ച്ച് കളയാൻ പാടില്ല. തമിഴ് അറിയുന്നവർക്കറിയാം ആൺകുറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതുകൊണ്ട് ഗീത വ്യാഖ്യാനങ്ങളിൽ ആനി ബെസൻറ്റിൻ്റെയും ഗാന്ധിജിയുടെയും ഗീത വ്യാഖ്യാനങ്ങൾ തള്ളിക്കളയേണ്ടവയാണ്. എന്തിനേറെ പറയുന്നു, സർവസംഘ പരിത്യാഗിയും പരിവ്രാജകാചാര്യനും പരമഹംസനുമായ ആദിശങ്കരർ പോലും ഗീതാഭാഷ്യത്തിൽ ഒരിടത്ത് പോലും വെള്ളം ചേർത്തിട്ടില്ല. അർജുനൻ്റെ
ദൗർബല്യത്തെ അകറ്റും വിധമുള്ള ശക്തമായ വാക്കുകളാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അതേപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആദിശങ്കര ഭഗവത്പാദർ പോലും, സന്യാസി പോലും ചെയ്തിട്ടുള്ളത്. ദുർബലൻ പല വാദങ്ങളും പറയും. അവൻ്റെ ദൗർബല്യം മറയ്ക്കാൻ വേണ്ടി, അവൻ്റെ കഴിവുകേട് മറയ്ക്കാൻ വേണ്ടി, അവൻ്റെ നട്ടലില്ലായ്മ മറയ്ക്കാൻ വേണ്ടി അവൻ പറയും, സ്വജനങ്ങളോട് ഉപദേശിക്കും, വേണ്ട, നമ്മളൊന്നിനും പോകണ്ട, നമ്മളിവിടെ രഘുപതി രാഘവ പാടിയാൽ മതി. പെറ്റമ്മയെ ഉപദ്രവിച്ചോട്ടെ, പെങ്ങളെ കീറി വലിച്ചോട്ടെ. ഒരിക്കൽ രസകരമായൊരു സംഗതിയാണ്. ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ വിദേശത്ത് പോയി തിരിച്ചു വന്ന ആദ്യത്തെ ആ ഇടവേളയിൽ സ്വാമിജി ബേലൂർ മഠത്തിൽ ബ്രഹ്മചാരികൾക്കായി ഒരു ക്ലാസ് നടത്തുകയാണ്. ഉപനിഷത്തിൻ്റെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിൻ്റെ ഏറ്റവും പുറകിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്ന ശ്രീരാമകൃഷ്ണദേവൻ്റെ ഭക്തനിരിക്കുന്നു. ആധുനിക ബംഗാളി നാടകത്തിൻ്റെ പിതാവ്, മഹാനായ പണ്ഡിതൻ, ശ്രീരാമകൃഷ്ണദേവൻ്റെ ഭക്തൻ. അദ്ദേഹം ഏറ്റവും പുറകിലിരിക്കുകയാണ്. വിവേകാനന്ദ സ്വാമികൾ ഗീതയിലെ തത്വങ്ങളും വേദാന്ത തത്വങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് എഴുന്നേറ്റിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഒരു വാക്യം പറഞ്ഞു. എന്താ സ്വാമി, നിങ്ങളുടെ ഗീതയിൽ, നിങ്ങളുടെ ഉപനിഷത്തിൽ നാട്ടിലെ പെണ്ണുങ്ങളെ രക്ഷിക്കാനുള്ള വല്ല ഉപായവുമുണ്ടോ എന്ന് ചോദിച്ചു. സ്വാമിജി ആകെ ഞെട്ടിത്തെരിച്ചു. സ്വാമിജി ഒരിക്കലും ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് തട്ടിക്കയറില്ല, കാരണം അവർ ഗുരുഭായിമാരാണ്. അദ്ദേഹം പറഞ്ഞു, ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു, ഓരോ ദിവസവും കൽക്കട്ടയുടെ തെരുവുകളിൽ ബ്രിട്ടീഷുകാരൻ്റെ ക്രൂരമായ ചവിട്ടേറ്റ് വീഴുകയാണ്. നമ്മുടെ സ്ത്രീകൾ തെരുവിൽ അപമാനിക്കപ്പെടുകയാണ്. ഖലന്മാരാൽ നമ്മുടെ സ്ത്രീകൾ, മ്ലേച്ഛന്മാരാൽ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ ആക്രമിക്കപ്പെടുകയാണ്. എന്താ നിങ്ങളുടെ ഉപനിഷത്തിൽ അതിനുള്ള പരിഹാരമുണ്ടോ? ഇല്ലെങ്കിൽ ഈ പൊറാട്ട് നാടകമൊക്കെ നിർത്തുമെന്ന് പറഞ്ഞു. വിവേകാനന്ദ സ്വാമികൾ ഇത് കേട്ട് ക്ലാസ് നിർത്തിയ ശേഷം കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞു, ഇതിന് പരിഹാരമുണ്ടാവും. ജനത അതിൻ്റെ ദൗർബല്യം തട്ടിക്കളഞ്ഞെഴുന്നേൽക്കും. ആ സന്ദേശമാണ് ശ്രീകൃഷ്ണൻ നൽകുന്നത്. വരുന്ന 50 വർഷക്കാലത്തേക്ക് നമുക്ക് മറ്റൊരു ദേവതയില്ല, ഭാരതമാതാവ് മാത്രമെന്ന് 1897 വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു. കൃത്യം 50-ാം വർഷം ഭാരതത്തിന് സ്വാതന്ത്ര്യം തന്നു. ഞാൻ അങ്ങനെ പറയൂ, ഭാരത സ്വാതന്ത്ര്യം നേടിയെന്ന് ഞാൻ പറയില്ല, ഭാരതത്തിന് സ്വാതന്ത്ര്യം തന്നു. ഇപ്പോഴും കുലദേവതകളെ ഉപാസിക്കാതെ, തൻ്റെ തന്നെ ദേവതകളെ ഉപാസിക്കാതെ, ധർമ്മദേവതകളെ ഉപാസിക്കാതെ ഇപ്പോഴും വിവേകാനന്ദ സ്വാമികൾ അന്ന് 1897 പറഞ്ഞ വാക്യം ഓർത്തുകൊണ്ട് ചിലർ ഭാരതമാതാവ് മാത്രമേ ഒരു ദേവതയുള്ളൂ എന്ന് ചിന്തിച്ച് നടക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടത് അതല്ല. ഇന്ന് ഭാരതം ഭൗതികമായി സ്വതന്ത്രമാണ്, ഭൂമിശാസ്ത്രപരമായി സ്വതന്ത്രമാണ്, യാത്രയ്ക്ക് തടസ്സമില്ല, സ്വരാജ്യം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇനി വേണ്ടത് സാംസ്കാരികമായ സ്വാതന്ത്ര്യമാണ്. അതിന് നാം ഉപാസിക്കേണ്ടത് നമ്മുടെ സാംസ്കാരിക ദേവതകളെയാണ്, ശ്രീകൃഷ്ണനെയാണ്, കാളിയെയാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ മാനബിന്ദുക്കളെയാണ്, നമ്മുടെ ദേവതകളെയാണ്. 10,000-കണക്കിന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ആരാധിച്ചു വന്ന നമ്മുടെ കുലദേവതയെയാണ്. മറന്നുപോകരുത്. ഏതായാലും ദുർബലനുള്ള ശാസ്ത്രമല്ല ഗീത എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഭാഗം നാളത്തേക്ക് മാറ്റാം. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.